മുക്കിയും മൂളിയും ജയിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെയായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തതെന്ന് പറയാം. കാരണം ആര് ജയിക്കണ്ട, ആര് തോൽക്കണം എന്ന രീതിയിലായിരുന്നു മത്സരം. സാധാരണ മത്സരം നടക്കുക എങ്ങനെയാണ്? നമുക്ക് ജയിക്കണം എന്നുള്ള രീതിയിലായിരിക്കും ക്രിക്കറ്റ് മാച്ചസ് നടക്കുക. ഇവിടെ ആര് തോൽക്കും എന്നുള്ള രീതിയിലായിരുന്നു മാച്ച് പൊക്കോണ്ടിരുന്നത്. പ്രത്യേകിച്ച് 40 ഓവറിന് ശേഷം ഇന്ത്യയുടെ ബാറ്റിംഗ് നിര 40 ഓവറിന് ശേഷം. കാരണം 40 ഓവറിന് മുമ്പ് വരെ ഈസിലി ഇന്ത്യ 300 റൺ ചേസ് ചെയ്യുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈസിലി കണ്ണും അടച്ച് ജയിക്കുമെന്നായിരുന്നു. കാരണം അത്രയ്ക്ക് ടോപ്പ് ഓർഡറിൽ നിന്ന് അത്രയ്ക്ക് ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യൻ ടീമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 40 ഓവറിന് ശേഷം കാര്യങ്ങൾ ഇന്ത്യ വിചാരിക്കുന്നത് അവർ ജയിച്ചോട്ടെ, അവർ വിചാരിക്കുന്നത് നേരെ ഇവർ ജയിക്കോട്ടെ. കാരണം എന്തോരം ഡ്രോപ്പ് ക്യാച്ചസ് ആണ് ന്യൂസിലാൻഡ് വിടുന്നത്, എന്തോരം ഫീൽഡിംഗ് മിസ്റ്റേക്കുകളാണ്. നമ്മുടെ ഫിലിപ്സിന്റെ കാര്യം എടുത്ത് പറയാതെ പറ്റത്തില്ല. ഫിലിപ്സ് ഒന്നാം തരം, ഒരു രക്ഷയില്ല. ഇന്നും പുള്ളിക്കാരൻ പൊളിച്ചടിക്കുന്നു പറയാം. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ ഫിലിപ്സിന്റെ ഭാഗത്ത് നിന്ന് വന്നേക്കുന്നത്. കാരണം എന്ത് ഫീൽഡിംഗ് ആണ് പുള്ളിയുടെ, ഒരു രക്ഷയില്ല. പുള്ളിയുടെ അടുത്ത് പോകുന്ന ബോൾസ് ഒന്നും ഒരു കാരണവശാലും വിടുന്ന ഒരു രക്ഷയും ഇല്ല. പക്ഷേ ബാക്കിയുള്ള പ്ലെയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് എസ്പെഷ്യലി നമ്മുടെ റാണയുടെ ക്യാച്ച് ഉണ്ടല്ലോ, ആ റാണയുടെ ക്യാച്ച് നമ്മുടെ മിച്ചൽ എടുത്തിരുന്നെങ്കിൽ കളിയുടെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കത്തില്ലായിരുന്നു. കളിയുടെ റിസൾട്ട് കുറച്ചും കൂടി മാറുമായിരുന്നു. ഒരു പക്ഷേ ന്യൂസിലാൻഡ് തന്നെ ജയിക്കുമായിരുന്നു. റാണയുടെ ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം എത്ര റൺസാണ് റാണ ആഡ് ചെയ്തേക്കുന്നത് തൻ്റെ ഇൻഡിവിജ്വൽ സ്കോറിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. കാരണം ആ ക്രൂഷ്യൽ ടൈമിൽ നിൽക്കുമ്പോൾ, കാരണം രാഹുലിന് ഒരു രീതിയിലുള്ള ബാറ്റിംഗ് സപ്പോർട്ടും ചെയ്യാൻ പറ്റുന്നില്ല. രാഹുലിൻ്റെ ബാറ്റിലേക്ക് ബോൾ വരുന്നതേ ഇല്ലായിരുന്നു. രാഹുൽ എങ്ങനെയെങ്കിലും തട്ടി നിൽക്കുമായിരുന്നു. അതും എസ്പെഷ്യലി ഒന്ന് ആലോചിക്കണം, 44 ഓവറിന് ശേഷം. എന്നിട്ടും ആ സമയത്ത് റാണയായിരുന്നു ബാറ്റ് കൊണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നത്. ആ ക്യാച്ച് മിച്ചൽ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി റിസൾട്ട് വേറെ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഇന്ന് വീണ്ടും സന്തോഷിക്കാൻ പ്രത്യേകിച്ച് നല്ല വാർത്തയല്ല. വിരാട് കോഹ്ലിക്കും സെഞ്ചുറി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അതും ഇന്ത്യക്ക് ഫേവർ ആയിട്ടുള്ള രീതിയിൽ വന്നിട്ടില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലുമൊക്കെ മുക്കിയും മൂളയും നമുക്കിന്ന് ഒന്ന് കരപറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ ആദ്യത്തെ വൺ ഡേ മാച്ച് ന്യൂസിലാൻഡിനെതിരെ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള അവസ്ഥ. എസ്പെഷ്യലി അവിടെ ഫസ്റ്റ് ബാറ്റ് ന്യൂസിലാൻഡിൽ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകുമായിരുന്നു. കാരണം ഇന്ത്യക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന റൺസാണ്. വേറെ 300 റണ്ണേ അടിച്ചിട്ടുള്ളൂ. ആ പിച്ചിൽ കുറേ കൂടി റൺസ് ഒഴുകേണ്ട പിച്ചായിരുന്നു. അതിൽ ന്യൂസിലാൻഡ് 300 അടിക്കാനേ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒരു ഈസി ടാർഗറ്റ് ആയിരുന്നു നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ആദ്യത്തെ ടോപ്പ് ഓർഡറിൽ നിന്ന് നല്ല പെർഫോമൻസ് കിട്ടിയെങ്കിലും മിഡിൽ ഓർഡേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള സപ്പോർട്ടും ഇന്ത്യൻ ടീമിൻസ് കിട്ടാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വിജയത്തിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി 4 മത്സരങ്ങളിലും ഉണ്ടാവും. എന്തായാലും കിവീസിന് തിരിച്ചു വന്ന് 4-1 കപ്പെടുക്കാൻ പറ്റുമോ, അതോ ഇന്ത്യക്കായിരിക്കും മേൽക്കൈ, ഇന്ത്യ തന്നെ ഈ കൺസിസ്റ്റൻസിയിൽ വിജയത്തിലേക്ക് വീണ്ടും സീരീസ് പൊക്കുന്നതിലേക്ക് പോവുമോ ഇല്ലയെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കണ്ടറിഞ്ഞ് കാണാം. എന്തായാലും ഈ പെർഫോമൻസ് വെച്ച് പോകുകയാണെങ്കിൽ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ന്യൂസിലാൻഡിന് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് കിട്ടാനാണ് ചാൻസസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലെറ്റ്സ് സീ. എന്തായാലും നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത മാച്ചിന് ശേഷം കാണാം. ബൈ.